ഈ ചാനലിൽ നിങ്ങൾക്കറിയാലോ, എനിക്കിഷ്ടം എന്ത് സംസാരിക്കാനാ, പെൺകുട്ടികൾക്ക് പറയാനാണുള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഇവള് മോശക്കാരി, ഇവള് എടുക്കുന്ന വിഷയം, ഇവളുടെ തമ്മിൽ കണ്ടില്ല, ഇവളുടെ വിഷയം കണ്ടില്ലേ എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ് ചെയ്യാനാണ് നമ്മുടെ ഈ ചാനലിൽ എനിക്ക് ആഗ്രഹം. അതിനിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ആരൊക്കെ എന്ത് മോശം പറഞ്ഞാലും ശരി, ഞാൻ ഈ വിഷയങ്ങളായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പെൺകുട്ടികൾക്കുള്ള ഒരു ചാലഞ്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ പറയുന്നത്. ഞാൻ 20 കാര്യങ്ങൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കും. 20 കാര്യങ്ങൾ പറയുന്നത് പൊതുവേ നമ്മൾ പെൺകുട്ടികൾക്ക് തുറന്നങ്ങ് സമ്മതിക്കാൻ മടിയുള്ള, അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനൊന്നും അല്ലേ എന്ന് പറയുന്ന 20 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് പറയുന്ന ഓരോന്നും സത്യമാണോ, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിൽ ഏതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ളത് കമന്റ് ചെയ്യാൻ ധൈര്യമുള്ളവർ കമന്റ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു ബ്രാ തന്നെ കുറേ ദിവസങ്ങളിൽ ഇടാം. ഒരു ബ്രാ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പിറ്റേ ദിവസം മാറ്റത്തൊന്നുമില്ല. ഒരു 3-4 ചിലപ്പോൾ ഒരാഴ്ചയോ ഒക്കെ ഈ സെയിം ബ്രാ തന്നെ ഇടുന്നത്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അതേപോലെ തന്നെ റോങ് സൈസ് ബ്രാ, അതിന്റെ ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത് ഇപ്പോഴും പെൺകുട്ടികൾക്ക് അറിയത്തില്ല കറക്റ്റ് സൈസ് ബ്രാ എങ്ങനെ തെരഞ്ഞെടുക്കണം എന്ന് അറിയത്തില്ല. അത് വേറൊരു വാസ്തവം. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ലൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രാപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ, ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയണം. അപ്പോൾ ഒന്ന് പറയാം, നിങ്ങൾ ബ്രാ നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ഈ നമ്മൾ പാൻറ്റീസ് ആണെങ്കിൽ പെട്ടെന്ന് മുഷിയും. അതിങ്ങനെ മാറ്റാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ സ്മെല്ല് പുറത്തേക്ക് വരുന്നതുകൊണ്ടൊക്കെ തന്നെ പാൻറ്റീസ് മാറ്റാണ്ടിരിക്കുന്നത് പോസിബിൾ അല്ല. പക്ഷേ ഈ ബ്രാ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് മുഷിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാണുമ്പോൾ വൃത്തിയുടെ ഒഴുക്കൊന്നുമില്ല, പിന്നെ ഇതാരും കാണുന്നില്ലല്ലോ ബ്രാ. അതുകൊണ്ട് ഇനി മാറ്റാളോ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇന്നവേഴ്സ് ചെയ്താണെങ്കിലും, അതിപ്പോൾ പാൻറ്റീസ് ആണെങ്കിലും ശരി, ബ്രാ ആണെങ്കിലും ശരി, അത് നിങ്ങൾ മാറ്റണം. നമ്മൾ ഓരോ ദിവസം അത് മാറ്റണം. മടിയൊക്കെ ഉണ്ടാവും ശരിയൊക്കെ തന്നെ, പക്ഷെ മാറ്റണം. എന്നാലും ഒരു ചെറിയ മടിയൊക്കെ അല്ലേ എന്തായാലും ഇട്ട്, പിന്നെ ഇപ്പം എന്തിനാ പൂരണ മുഷിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു സാധനം. പക്ഷെ അങ്ങനെ ചെയ്യരുതിട്ട്. അത് നമ്മളുടെ ഹൈജീനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഡെയിലി ബ്രാ മാറ്റാം. ആൻഡ് റോങ് സൈസ് ബ്രാ ഇടരുത്. കാരണം നമ്മൾ കറക്റ്റ് സൈസിൽ ഇട്ടില്ലെങ്കിൽ ഈ ഫ്രിക്ഷൻ കാരണം ഇവിടെ ഇറിറ്റേഷൻസ്, അലർജി ഒക്കെ വരും. അത് മാത്രമല്ല, നമ്മൾ ബ്രസ്റ്റ് സാഗ് ചെയ്യാൻ ബ്രാ ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ കറക്റ്റ് സൈസിൽ ബ്രാ ഇട്ടില്ലെങ്കിൽ ലൂസൊക്കെ ആണെങ്കിൽ അത് ബ്രസ്റ്റ് സാഗ് ചെയ്യാനും നമ്മുടെ ഇലാസ്റ്റിസിറ്റിനെ എഫക്റ്റ് ചെയ്യാനും ഒക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് 32B ആണോ, A ആണോ, C ആണോ, 33 ആണോ, അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് മെഷർമെന്റ് കണ്ടെത്തേണ്ടത് മെയിൻ കാര്യമാണ്. രണ്ടാമത്തത്, നമ്മുടെ എക്സിനെ സ്റ്റോക്ക് ചെയ്യുക എന്ന് പറയണത്, ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിഞ്ഞ് എന്നാലും എക്സിന്റെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് ചുമ്മാ ഒരു എത്തിനോട്ടം. അത് നമ്മൾ അങ്ങനത്തെ പെൺപിള്ളേരൊന്നുമല്ല, വീണ്ടും അവരായിട്ട് ഒന്നിക്കാനോ കാര്യങ്ങളൊന്നുമല്ല, അതിന് നമ്മളെ പട്ടി പോവും അല്ലേ. പക്ഷെ എന്നാലും അറിയണം അവരെന്താണ് ചെയ്യുന്നത്. അവരിനി വേറെ വല്ല പെണ്ണിനായിട്ട് സെറ്റായോ, അവര് നമ്മൾ പോയിട്ട് കരയുന്നുണ്ടാവോ, സന്തോഷിക്കുന്നുണ്ടായിരിക്കോ, അതൊക്കെ എന്നുള്ള ഒരു ത്വര അല്ലേ. ഞാനെന്തിനാ ബാക്കിയുള്ളവരെ കാര്യം പറയുന്നത്, ഞാനും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പം അങ്ങനെ ഒന്നല്ല. ഇപ്പം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ്, ഞാൻ അങ്ങനെ ഒന്നല്ല. പണ്ട് പക്ഷെ ഞാനൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട് എക്സ് എന്ത് ചെയ്യണ്, ഏത് ചെയ്യുന്നു. അത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടൊന്നല്ല, എന്നാലും ഒന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും ഭൂരിഭാഗം പേരും. ഇനിയിപ്പോൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും എക്സ് എന്ത് ചെയ്യണു എന്നറിയാം. അത് ഇനിയിപ്പോൾ ഡെയിലി ഒന്നല്ല. വേറൊരു കാര്യം പറയാം, നമ്മൾ ഡെയിലി സ്റ്റോക്ക് ചെയ്യുക അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എപ്പോഴെങ്കിലും അവരെ തോട്ട്സ് വരുമ്പോഴോ വല്ലപ്പോഴും ആണ്ടിലൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. ചിലവര് ഒന്നിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഭൂരിഭാഗം നമ്മളെ പോലുള്ളതെന്ന് പറയുമ്പോൾ ഒന്നിക്കത്തൊന്നുമില്ല, വെറുതെ കാണൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് നമ്മുടെ മനസ്സമാധാനം കെടുത്തേ ഉള്ളൂ. ക്ലോസ് ചെയ്ത ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തതെന്നുള്ള റീസൺസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എന്തായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ നോക്ക് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അവസാനിപ്പിച്ച ചാപ്റ്റർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ സമാധാനം കളയായിട്ട് ഈ സ്റ്റോക്കിംഗ് അങ്ങ് ഇന്നത്തോടി അവസാനിപ്പിക്കണം. നമ്മളതിന് ശക്തമായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കണം. ഞാൻ ഇനി സ്റ്റോക്ക് ചെയ്യത്തില്ല എന്നുള്ളത് എടുക്കണം. ഓക്കെ, എത്ര പേര് ഞാൻ ഈ പറഞ്ഞ പണി ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ചെയ്യരുത് കേട്ടോ. ഞാനിതിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. നമ്മൾ സ്റ്റോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. നമ്മൾ മൂവ് ഓൺ ആവുമായിരിക്കും, പല രീതിക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് മൂവ് ഓൺ ആവുമായിരിക്കും. ആ സമയത്ത് നമ്മൾ വീണ്ടും അവരെ പ്രൊഫൈലിൽ നോക്കി അതൊക്കെ കാണും. ചിലപ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് വേറെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഒക്കെ ആയി കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു സമാധാനക്കേടല്ലേ. എന്തിനാ വെറുതെ നമ്മൾ നമ്മുടെ സമാധാനം കളയുന്നത്, നമ്മൾ ലൈഫായിട്ട് മൂവ് ഓൺ ആവുക. സോ
എൻഡ് ചെയ്ത ചാപ്റ്റർ ക്ലോസ്, ദാറ്റ്സ് ഇറ്റ്. തേർഡ്, ഫേക്ക് ഐ ഡി ഉണ്ടാക്കി എക്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക. ഇത് എൻ്റെ പണിയല്ല. ഈ പണിക്ക് ഞാൻ ഇന്നേ വരെ നിന്നിട്ടില്ല. ഞാൻ നിൽക്കുന്നവരോടും പറയാതെ ഇന്ന് തന്നെ അവസാനിപ്പിച്ചേക്കണം. കാരണം ഇത്രക്കും വൃത്തികെട്ട ഒരു പണി വേറെ ഇല്ല. ഇത് എന്തുകൊണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും അവരോടൊന്നും മിണ്ടാനും പറയാനായിരിക്കും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഇവന്മാരെ സ്വഭാവം എങ്ങനെ, അല്ലെങ്കിൽ ഇവന്മാരെ സ്വഭാവം എങ്ങനെ എന്ന് അറിയണം. ഞാൻ എന്തായാലും ബ്രേക്കപ്പ് ആയി, എന്നിരുന്നാലും നമുക്ക് അറിയണമല്ലോ ഇവർക്ക് ഇങ്ങനെ വേറെ ഇതിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ മെസ്സേജ് അയക്കുന്ന അറിയാൻ. ആർത്തോരാ ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ആണ് എക്സ്, അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. എക്സ് തന്നെ, അത് വയ്യല്ല. അപ്പോൾ ആ ഒരു പണിയും ഒരിക്കലും ചെയ്യരുത്. അത് നമ്മുടെ പേഴ്സണാലിറ്റീനെ തന്നെ അത് വളരെയധികം നമുക്ക് തന്നെ പിന്നീട് പുച്ഛം തോന്നും നമ്മളോട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. വേറൊരു കാര്യം കൂടി ഉണ്ടായിരിക്കും. ഇങ്ങനെ ചാറ്റ് ചെയ്ത് നൈസായിട്ട് ചോദിക്കും, ബ്രേക്കപ്പ് ആയതാണോ, എക്സ് ഉണ്ടായിരുന്നോ എന്നൊക്കെ. എങ്ങാനും ആ ചെക്കനോ പെണ്ണോ പറയണേ എനിക്കൊരു എക്സ് ഉണ്ടായിരുന്നു, ആ പെണ്ണ് മൂദേവി, അവള് കാരണം എൻ്റെ ജീവിതം ഇങ്ങനൊക്കെ പോയി. നമ്മൾ ഇതും കേൾക്കേണ്ടി വരും. വെറുതെ എന്തിനാ ആ പണിക്ക് പോകുന്നത്? ഉള്ള സ്വസ്ഥതയിൽ നമുക്ക് ജീവിച്ചാൽ പോരെ. അല്ലെങ്കിൽ നമുക്കങ്ങ് കൊല്ലുള്ള ദേഷ്യം വരും. നമുക്ക് ഒന്നും ചെയ്യാനും പറ്റൂല. ആ ഒരു അവസ്ഥ വരും. അപ്പം നമ്മൾ ബൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാ. അടുത്തത്, പീരിയഡ്സ് ആണെന്ന് നോണ പറയാ. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്കൂളിലും കോളേജിലും ഒക്കെ പലവട്ടം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടോ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും ക്ലാസ്സിൽ. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീത്ത പറയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ പീരിയഡ്സ് ആണ് എന്ന് പറയണതായിരിക്കും. അതാണെങ്കിൽ പിന്നെ കൂടുതൽ പ്രത്യേകിച്ച് സാർമാരൊക്കെ ആണെങ്കിൽ ഒന്നും പറയത്തില്ല, എന്നാൽ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. എത്ര പേര് ഇതുപോലെ പീരിയഡ്സ് ആണെന്ന് കള്ളം പറയണ്ട. ആരും പീരിയഡ്സ് ആണോ എന്നാ കാണിക്ക്, നിങ്ങൾ ബ്ലഡ് കാണിക്ക്, പാഡ് കാണിക്കുന്ന ഒരു മനുഷ്യൻ പറയത്തില്ലല്ലോ ഈ ഒരു വിഷയത്തിൽ. കാരണം അതങ്ങനെ ഒരു വിഷയമാണല്ലോ. എത്ര പേര് നോണ പറഞ്ഞിട്ടുണ്ട് പീരിയഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ട്. പീരിയഡ്സ് അല്ലാതെ പീരിയഡ്സ് ആണെന്ന് പറഞ്ഞിട്ട്. അത് വലിയ കള്ളൊന്നല്ല കേട്ടോ, അത് നമുക്കൊക്കെ ചെയ്യാം. പിന്നെ അങ്ങനെയെങ്കിലും ഒരു ഇത് നമുക്ക് ഉണ്ടാവട്ടെ. വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ചില സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രയോറിറ്റിയും കൂടി കിട്ടണമല്ലോ. എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പീരിയഡ്സിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തൊരു നോണാന്ന് പറയണത്, നമ്മൾ ചിലവരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ പുതുമോടി ആൾക്കാർ അപ്പോൾ ഇംപ്രസ് ചെയ്യണ ഒരു ടൈം പീരീഡും കൂടിയാണല്ലോ ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പീരീഡ്സ് ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ തീരെ വയ്യായിക ഉണ്ടായിരിക്കും, ഭയങ്കര ഒട്ടും പറ്റാത്തതുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളെ വീട്ടിലത്തെ പുതിയ ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എനിക്കങ്ങനെ പീരീഡ്സിന് ബുദ്ധിമുട്ടില്ല, ഞാൻ എന്ത് പണിയെടുക്കും, ഞാൻ എന്ത് ജോലിയും ചെയ്യും, എനിക്കങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ പീരീഡ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വയ്യായെങ്കിൽ ശരിക്കും വയ്യ എന്ന് തന്നെ പറയണം. അല്ലാണ്ട് ഒരിക്കലും ബാക്കി ആൾക്കാരുടെ മുന്നിൽ അത് ഫേക്ക് ചെയ്യാനോ അഭിനയിക്കാനോ നിൽക്കണ്ട. ബാക്കിയുള്ളവരെ നിങ്ങളൊരു പുലിക്കുട്ടിയാണ് എന്ന് ഈ വിഷയത്തിൽ കാണിക്കണം. ചില പീരീഡ്സിന് നിങ്ങൾക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. ചിലർക്ക് ഒട്ടും പാടില്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം ടേക്ക് റെസ്റ്റ്, അത്രയേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും ഫേക്ക് ചെയ്യരുത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യുക. അടുത്തത്, ഇത് കേൾക്കുമ്പോൾ നമുക്ക് അറപ്പ് തോന്നുമെങ്കിലും ഇതിൽ പലവരും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും. പീരിയഡ്സ് ആയിട്ട് പാഡ് വെച്ച് ഒരുപാട് നേരം ഇരിക്കുക. നിങ്ങൾക്കറിയാം 4 to 8 hours ഉള്ളിൽ പാഡ് എന്തായാലും ചെയ്യണമെന്ന്. എന്നാലും മടി കാരണം ഈ പാഡ് മാറ്റാതിരിക്കുക. ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഒരു വട്ടെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? സത്യം പറയണം, ഇത് പലവരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഇതെന്ന് പറയണത്. പാഡ് ആയിക്കോട്ടെ, മെൻസ്ട്രൽ കപ്പ് ആയിക്കോട്ടെ, ടാംപോൺസ് ആയിക്കോട്ടെ. ഓക്കെ, ടാംപോൺസ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഈ പാഡിനേക്കാളും എന്താ പറയുക സൈഡ് എഫക്ട്സ് ഉള്ളതാണ് ടാംപോൺസ്. അപ്പം ഇത് കുറേ നേരം വെക്കാം. എന്തിൻ്റെ ഒക്കെ പേരിലാന്ന് പറഞ്ഞാലും അത് ഭയങ്കര മോശം സ്വഭാവമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്ത് 4 to 8 hours ഉള്ളിൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി അല്ല, ഈ ബാക്ടീരിയ ഒക്കെ അടിഞ്ഞുകൂടി നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് വരും, വേറെ അസുഖങ്ങൾ വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പാഡ് ചേഞ്ച് ചെയ്യാത്തോടത്തോളം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓരോ ഇൻ്റർവെല്ലിൽ പാഡ് ചേഞ്ച് ചെയ്തേ പറ്റൂ. എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അത് മടി കാരണമല്ല, ചില സിറ്റുവേഷൻസിൽ ചില യാത്രാ കാരണങ്ങളൊക്കെ. എനിക്ക് ഇതേപോലെ ഒരു പീരിയഡ്സിൻ്റെ സമയത്ത് ഒരു ലോങ് ജേർണി ഉണ്ടായിരുന്നു, ട്രെയിൻ ജേർണി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ ട്രെയിൻ എന്തായിരിക്കും അവിടുത്തെ ടോയ്ലറ്റിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് ഒരിക്കലും പോസിബിൾ ആയിരുന്നില്ല ആ ഇതിൽ നിന്ന് പാഡ് മാറ്റുന്നത്. എന്നാൽ എനിക്കറിയാം പാഡ് മാറ്റിയില്ലെങ്കിൽ നല്ലതും അല്ലാന്ന്. ഞാൻ പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒന്നും സിറ്റുവേഷൻസ് വന്നാലും നിങ്ങൾ പാഡ് ചേഞ്ച് ചെയ്യാതിരിക്കരുത്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ ഓൾട്ടർനേറ്റ് അതിനെ കണ്ടെത്തിയേ പറ്റൂ. പാഡ് ചേഞ്ച് ചെയ്യണം. അടുത്തത്, പീരിയഡ്സിന് നമ്മളൊരു പ്രത്യേക ഡ്രാമ ക്വീൻ ആവും. ഉറപ്പായിട്ടും നമ്മൾക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും. എനിക്ക് പീരിയഡ്സിൻ്റെ സമയത്ത്
ദേഷ്യം കൂടുതലാണ്, സങ്കടം കൂടുതലാണ്, ഇമോഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ പൊട്ടി ഒഴുകും. അതിനാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അല്ല, മിക്കവർക്കും ഈ ഒരു മൂഡ് സ്വിങ്സിന്റെ പ്രശ്നം പീരിയഡ്സിന്റെ ഉണ്ടായിരിക്കും. അതേപോലെ പ്രീ മെൻസ്ട്രൽ സിംറ്റം ആയിട്ടുണ്ടാകും. അതൊരു ആയുധാക്കി നമ്മൾ മാറ്റുന്നത് ശരിയാണോ? നമ്മൾ പലവരും അത് ചെയ്യും. ചിലപ്പോൾ നമ്മളെ ഭർത്താവിനോടോ ബോയ് ഫ്രണ്ടിനോടോ ചിലപ്പോൾ വീട്ടുകാരോടോ നല്ല അവർക്ക് രണ്ട് പറയണം അല്ലെങ്കിൽ നോക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അയ്യത്തടാ എന്നുള്ള സാധനം വരും. കാരണം തെറ്റൊക്കെ നമ്മുടെ ഭാഗത്തായിരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ ഷൗട്ട് ചെയ്തു. നമ്മളപ്പോൾ അതിൽ നിന്ന് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് പീരിയഡ്സ് അല്ലേ, എനിക്ക് മൂഡ് സ്വിങ്സ് അല്ലേ എന്നുള്ള സാധനം. അതൊരിക്കലും ചെയ്യാതിരിക്കട്ടോ. അത് നമ്മളൊരു ഡ്രാമ ക്വീൻ കളിക്കുന്നതാണ്. ഞാൻ ഇതേപോലെ ഇരിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ പണിയെടുക്കാൻ ഭയങ്കര മടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പം അംജുക്ക് ചിലപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയായിരിക്കും. ഇപ്പം രണ്ടുപേരും അപ്പോൾ വേണ്ടെന്ന് ഞാൻ പറയും, അംജുക്ക് എനിക്ക് വയ്യ. ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. നമ്മൾ ജസ്റ്റ് ഡ്രാമ ക്വീൻ ആവാം. അങ്ങനെ എത്ര പേര് അടവ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ചേട്ടൊക്കെ കാണിക്കുന്നത് നല്ല ക്യൂട്ട്നെസ് ആണ് സാധനം. പക്ഷെ എപ്പോഴും നമ്മൾ ഈ ഒരു പീരിയഡ്സും മൂഡ് സ്വിങ്സിൻ്റെയും പേര് പറഞ്ഞ് നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തരിക, അവളെ ഷൗട്ട് ചെയ്യുക, ഓരോന്ന് ചെയ്യുക, അത് നമ്മളൊരു എക്സ്ക്യൂസ് ആക്കി മാറ്റുക. അത് അത്ര നല്ലൊരു കാര്യമല്ല. നമുക്കറിയാം എല്ലാ മാസവും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന്. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. നമ്മൾ പാർട്ട്ണറിനോടോ വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പോവാണ്. അത് ഓവറായി ലിമിറ്റ് വിടാതെ നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട് എല്ലാ മാസം. അതേപോലെ തന്നെ ആൺപിള്ളേർക്ക് അതേപോലെ ബാക്കിയുള്ളവർക്കും അതിൻ്റെതായിട്ടുള്ള അവർക്കും ഉണ്ടാവും ഒരുപാട് സ്ട്രെസ്സും, അവർക്കും ഉണ്ടാവും മൂഡ് സ്വിങ്സും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാത്തതും ഷെയർ ജോലി സ്ഥലത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അവർക്ക് ഒരുപാടുണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി നമ്മളും കൂടിയും ഈ ഒരു സംഭവം ഇറക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തായാലും മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും എല്ലാ മാസവും എന്നൊക്കെ. സോ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതല്ലേ, അല്ലേ? അല്ലെങ്കിൽ പാവങ്ങൾ ബാക്കിയുള്ളവർക്ക് നമ്മളെ കൂടെ ജീവിക്കണ്ടേ? ഈ പീരിയഡ്സിൻ്റെ മൂഡ് സ്വിങ്സിൻ്റെ പേര് പറഞ്ഞാൽ അങ്ങനെ ആക്കുന്നത് ശരി. സത്യം എൻ്റെ കെട്ടിയോൻ വിളിക്കുന്നു. വളരെ വാസ്തവം. ഹലോ ഹലോ അംജുക്ക, ഞാൻ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുക. മെൻസിന്റെ ബാത്റൂം യൂസ് ചെയ്യുക. നമ്മൾ വല്ല മോളിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ പോയിട്ട് നമ്മൾ പെണ്ണുങ്ങളുടെ ബാത്റൂമിന്റെ പകരം ആണിന്റെ ബാത്റൂമിൽ കയറുക. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പം ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഒരു കൺസേർട്ടിന് പോയപ്പോൾ ബാംഗ്ലൂരുള്ളപ്പോൾ ഞാൻ ഒരു കൺസേർട്ടിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി. ഗേൾസിൻ്റെ വെച്ചൊരു വലിയ ക്യൂ. എനിക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആണുങ്ങളെലാണെങ്കിൽ ഒരു മനുഷ്യനെ അവിടെ കാണുന്നില്ല. ഗതി കെട്ട പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെ എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ മെൻസിൻ്റെ ബാത്റൂം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മളുടെ ഒന്നൊഴിക്കാന്നുള്ളതും നമുക്ക് ആ സമയത്ത് അന്തസാത്മാഭിമാനം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഒരു ആണുങ്ങളുടെ ബാത്റൂം യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് ഒരു ഇതില്ല. ഈ നേരെ തിരിച്ച് ഒരു ആണ് പെണ്ണിൻ്റെ ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കോലാഹലം വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രശ്നമൊന്നും പറയത്തില്ല. ഞാൻ എനിക്കങ്ങനെ ആണ് പെണ്ണിൻ്റെ ബാത്റൂം യൂസ് ചെയ്ത് അതൊരു അടി ഉണ്ടാകുക പ്രശ്നമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം നമുക്കറിയാൻ പറ്റില്ല ഏത് സാഹചര്യമാണോ എന്താണെന്ന്. മനഃപൂർവ്വം പിന്നെ ചില ആൾക്കാർ എന്താ പറയുക ഈ ഞരമ്പ് കാരണം കയറുന്നത് അത് തെറ്റ് തന്നെയാണ്. അതല്ല ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അങ്ങനെ യൂസ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ഒരു തെറ്റും പറയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. ഇങ്ങനെ രസകരമായിട്ടുള്ള കഥ എപ്പോഴെങ്കിലും കൺട്രോൾ ചെയ്യും. ശരിക്കും ആ അവസ്ഥ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ മനുഷ്യനല്ലേ? അടുത്തത് പീ ഇൻ ദ ഷവർ. നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്രം ഒഴിക്കുക. എത്ര പേര് ചെയ്തിട്ട് കേൾക്കാൻ പറ്റും എന്നുള്ള സാധനം നിങ്ങൾക്ക് വരുന്നുണ്ടോ? പക്ഷെ ചെയ്തിട്ടുണ്ടോ പറയണം, ശരിക്കും പറയണം. നിങ്ങൾ ഇതേപോലെ ഷവർ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ പീ ചെയ്തിട്ടുണ്ടോ, മൂത്രം ഒഴിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇനി അതും പോട്ടെ, സ്വിമ്മിങ് പൂളിൽ ഒക്കെ അങ്ങനെ ചെയ്ത എത്ര പേരുണ്ടോ? ഇപ്പോഴെന്നല്ല പണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്ത സംഭവം നമ്മൾ തുറന്നു പറയത്തില്ല. നമ്മൾ അന്തസ്സുള്ളവരാണ്. അപ്പോൾ ഒരിക്കലും അത് തുറന്ന് സമ്മതിക്കില്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷവറിൽ പേ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ രീതിക്ക് എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതല്ല സ്വിമ്മിംഗ് പൂൾ തന്നെ ഉള്ളത്, അതിൽ പേ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. കാരണം ബാക്കിയുള്ളവർ യൂസ് ചെയ്യണതാണ് അല്ലേ, ബാക്കിയുള്ളവർ ഇതാക്കുന്നത്. നമ്മൾ അവരുടെ ഹൈജീൻ നമ്മൾ മാറ്റർ ചെയ്ത പോലെ ഷവറിൽ നിങ്ങൾ മൂത്രമൊഴിക്കുന്നതൊക്കെ അത് നിങ്ങളെ ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരു അയ്യല്ലേ. എന്നാലും നമ്മൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ഏർപ്പാട് ഈ പണി ചെയ്യാത്ത വല്ലവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിലും പറയണം, ചെയ്തവരുണ്ടെങ്കിലും പറയണം. ഇനി അടുത്തത്, നമ്മൾ തന്നെ അറിയാതെ ചെവിയുടെ ഉള്ളിൽ കൈയിട്ടിട്ട് അഴുക്കെടുക്കുക, മൂക്കിൻ്റെ ഉള്ളിൽ കൈയിട്ട്
പിടിച്ചിട്ട് എടുക്കുക. കേൾക്കാൻ പിന്നെ അറപ്പ് തോന്നൂലേ, പിന്നെ നമ്മളെ പൊക്കിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്ത് അഴിക്കുക. ഈ ഒരു സ്വഭാവം അത് കുറേ പേരേൽ ഇത്ര വൃത്തികെട്ട ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം നമുക്ക് ചിലവർക്ക് അറിയാതെ തന്നെ അതിങ്ങനെ വന്നു പോകും. എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ സാധനം ചെയ്യരുത്. ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ്, ഭയങ്കര മോശമാണ്. ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാ, ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും നമ്മളിങ്ങനെ ഇതാക്കണേ. പണ്ട് എനിക്ക് വെറുതെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഈ ചെവി ഇങ്ങനെ തിരിപിടിക്കണ എനിക്കൊരു സ്വഭാവം എനിക്കുണ്ട്. അത് ഞാനായിട്ട് അത് മാറ്റിയെടുത്താണ്. അത് നമുക്ക് തന്നെ മോശം തോന്നി കഴിഞ്ഞ സാധനങ്ങൾ അഡ്മിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഒരാൾ നിങ്ങളോട് പറയണം, ഇപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ സ്വന്തം ചേച്ചിയായിട്ടോ നിങ്ങളെന്നെ അമ്മയായിട്ടോ മുത്തശ്ശിയായിട്ടോ ഇന്റർനെറ്റ് എന്തായിട്ടോ നിങ്ങളെന്നെ കൂട്ടിക്കോ, നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു ഇതാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അത് നമ്മളൊരു പബ്ലിക്കിലോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിനെ അത് നമ്മളുടെ ഒരു ഇതാണ്, ഒരു എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക. അതിന് പകരം നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ഹൈജീൻ വീഡിയോസ് ചെയ്ത ആളാണ്. എങ്ങനെ ചെവിയുടെ ഇവിടെ വൃത്തിയാക്കണം എന്നും എങ്ങനെ പൊക്കിൾ നമ്മൾ വൃത്തിയാക്കണം എന്നും ഒക്കെ ഞാൻ ക്ലിയർ ആക്കിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്ന് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മതി, അതിലുണ്ട്. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. സോ അങ്ങനെ ചെയ്യരുത് കേട്ടോ, മോശമാണ്. ഇനി അടുത്തത് നമ്മൾ തന്നെ സ്വന്തം ബോഡി ഇടയ്ക്കിടയ്ക്ക് മണമുണ്ടോ എന്നുള്ളത്. ഈവൻ അണ്ടർ ഗാർമെന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പാൻറ്റീസ് വരെ സ്മെല്ല് ചെയ്ത് നോക്കുന്ന ആൾക്കാർ ഉണ്ട്. പെൺകുട്ടികളിൽ തന്നെ. ഞാനിപ്പോൾ കൂടുതൽ ഇത് പെൺകുട്ടികളെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇത് പെൺകുട്ടികൾക്കുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ സ്വന്തം മണമുണ്ടോ എന്ന് നോക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല. അത് നമ്മുടെ സ്വന്തം ശരീരം മണക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് തെറ്റോ ശരിയെന്ന് പറയാനില്ല. ഇനി മറ്റേതും തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ആക്കുന്ന വല്ല സ്മെല്ലുണ്ടോ എന്ന് നോക്കുന്നതും ഒരു തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കല്ല. എന്നിരുന്നാലും ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്നുള്ള സാധനം തോന്നില്ലേ, അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം നമ്മളെ മണമുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കണതിന് കുഴപ്പമില്ല. പക്ഷേ ഈ അണ്ടർ ഗാർമെന്റ്സ് മണത്തോക്കുക അതെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ, എന്ത് തോന്നുന്നു? സ്റ്റോക്കിംഗ് നേരത്തെ പറഞ്ഞ എക്സ് അല്ല, വേറെ നമ്മുടെ ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സിനായേക്കാം, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനായേക്കാം, അല്ലെങ്കിൽ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായേക്കാം. നമ്മൾ ഇത് ചുമ്മാ ഇൻസ്റ്റയിലൊക്കെ അവരെ നമ്മൾ ഫോളോ ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യാറില്ല എന്ന് മാത്രം പറയരുത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന 99.9% ആൾക്കാരും വല്ലപ്പോഴെങ്കിലൊക്കെ ഇത് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഫോളോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, എന്നാലും അവരുടെ ലൈഫിൽ എന്ത് നടക്കണേ എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമല്ലേ. അത് തെറ്റാന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എല്ലാം കൂടി നമ്മളെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തായാലും മിസ്റ്റർ പെർഫെക്റ്റോ അതൊന്നും ഒരിക്കലും നടക്കുന്നില്ല. നമ്മുടെ ഫോണ് നമുക്ക് വല്ലവരും അങ്ങനെയൊക്കെ നമുക്ക് അവരെ കാര്യമൊക്കെ അറിയാവുന്ന ഒരു തോരണ്ടെങ്കിൽ അതാക്കാം. കാരണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ അവരെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളും അവരുടെ ലൈഫിലൊരു പാർട്ടാണ്. നമ്മുടെ ലൈഫിൽ അവരൊരു പാർട്ടാണ്. അവരുടെ കാര്യങ്ങൾ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അറിയാനുള്ള ഒരു തോര അത് തെറ്റൊന്നല്ല, അത് മോശമൊന്നുമല്ല. പക്ഷേ മോശം വരുന്നത് എപ്പോഴാണെന്നറിയോ, നമ്മളങ്ങനെ ചെയ്യുകയും ചെയ്യും എന്ന ബാക്കിയുള്ളവരായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യേ അതെന്തിങ്ങനെ, അവരെന്ത് പണിയാ കാണിക്കുന്നത്, അവരൊന്നില്ലെങ്കിൽ ഇതല്ലേ, അവരൊന്നില്ലെങ്കിൽ ഇത്ര പഠിച്ച ആളല്ലേ, അവരൊന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു യൂട്യൂബർ അല്ലേ, ഇൻഫ്ലുവൻസർ അല്ലേ, മന്ത്രി അല്ലേ, ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാവോ? അതെന്താ യൂട്യൂബർക്ക് കൊമ്പുണ്ടോ, മന്ത്രിക്ക് കൊമ്പുണ്ടോ? എല്ലാവരും ഒരുപോലൊക്കെ തന്നെയല്ലേ. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ചെയ്യും. അത് നിങ്ങൾ അതൊന്നും എപ്പോഴും മനസ്സിൽ വെക്കണം. ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇനി അടുത്തൊരു ഫണ്ണാണ്. എത്ര പേര് ഒരു ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരം പോസ് പ്രിറ്റൻഡ് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുന്ന പോലെ, കോൾ ചെയ്യുന്ന പോലെ, അങ്ങനെയൊക്കെ അഭിനയിച്ച് ജസ്റ്റ് പ്രിറ്റൻഡ് ചെയ്യുന്ന സാധനം നമ്മൾ സ്ഥിരം ചെയ്യും. നമ്മൾ പെൺകുട്ടികളുടെ മെയിൻ പോസ് ആണല്ലേ. പക്ഷെ നമ്മൾ പറയും ഞാൻ കാൻഡിഡ് ആണ്, ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല ആ ഫോട്ടോ എടുത്തത്, അയ്യോ അതെപ്പോ എന്നുള്ള സാധനം. പക്ഷെ നമ്മൾ ഒരു വട്ടം നമ്മുടെ മെയിൻ ഫോട്ടോ പോസ്, അതിപ്പോൾ സെൽഫി ആയിക്കോട്ടെ വേറെ വല്ലവരും എടുക്കുക, നമ്മുടെ മെയിൻ പോസ് എന്ന് പറഞ്ഞ ഇതായിരിക്കില്ല. ഒന്നില്ലെങ്കിൽ ഇത് എന്തോ അല്ലെങ്കിൽ ആയിരിക്കില്ലേ. ഈ ഒരു സാധനം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിലും പറയട്ടോ. എപ്പോഴേലും പിന്നെ ടിഷ്യോ അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പറോ നിങ്ങൾക്ക് പാഡിന് പകരം വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ പെട്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഡേറ്റിൽ പീരിയഡ്സ് ആയപ്പോൾ ഒരു വഴിയില്ല, പാഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മോളിൽ എവിടെ ആയിരുന്നു ഞാൻ.
ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പാഡ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ ആയിട്ടാണ്. നമ്മൾ പറയില്ലേ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ സ്മാർട്ട് വർക്ക് ആയിരിക്കും, കൂടുതൽ ഇതൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്? അങ്ങനെ ഇതിപ്പോ 10 20 ഒന്നൊന്നല്ല, ഒരു 60 കാര്യം ചിലപ്പോൾ പറയാൻ പറ്റുന്നുണ്ടാവും. നമ്മളൊരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയാൻ മടി പുറത്തൊക്കെ, എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ സാധനങ്ങൾ നമുക്ക് പറയാൻ മടിയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒത്തിരി ഉണ്ടായിരിക്കും. ഇവ പെട്ടെന്ന് ഇത്രേ കിട്ടുന്നുള്ളൂ. ഇത് ഞാൻ ആലോചിച്ചപ്പോൾ തോന്നിയതാണ്. എനിക്കിങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളായിട്ട് സംസാരിച്ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ കൂടിയേ ഉണ്ടായിരുന്നു ഒരു സിസ്റ്റർ എന്നുള്ള നിലക്ക്. ഞാൻ ഇതിൽ മിസ് ഔട്ട് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് തോന്നിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ണി സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യട്ടോ. പിന്നെ ഇതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും കമന്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.